ദുൽഹജ്ജ് 8-9 ദിവസങ്ങളിൽ മക്കയുടെ അതിർത്തികളിലും ഉൾപ്രദേശങ്ങളിലും സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കുമെന്ന് ഹജ്ജ് സുരക്ഷാ സേനാ മേധാവി ജനറൽ ഖാലിദ് അൽ ഹർബി പറഞ്ഞു. ഹജ്ജ് അനുമതി പത്രമില്ലാതെ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കർശനമായും തടയും. അനധികൃതമായി പ്രവേശിക്കുന്നവരെ സഹായിക്കുന്നവർക്കും കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പോക്കുവരവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കൺട്രോൾ റൂമിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘമുണ്ടാകും. തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ച ജംറകളിലേക്കുള്ള വഴികളിൽ തടസ്സമായി നിന്നിരുന്ന ഏതാനും തമ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ ഹജ്ജ് അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 1,64,000 പേരെ മടക്കി അയച്ചു. 34,742 വാഹനങ്ങൾ പിടികൂടുകയും ചെയ്തു. ജിദ്ദയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും സ്വന്തം വാഹനങ്ങളിൽ ഹജ്ജിനെത്തിയ ബന്ധുക്കളെ കാണാൻ മക്കയിലേക്ക് പുറപ്പെട്ട നിരവധി പേരെ ചെക്ക് പോയിന്റിൽ തടഞ്ഞുവെച്ച വിരലടയാളം രേഖപ്പെടുത്തി. ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടവർ ഇക്കാമ പുതുക്കുമ്പോഴും മറ്റും നിയമക്കുരുക്കിൽ കുടുങ്ങുന്നുമുണ്ട്. ഹജ്ജ് അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കരുതെന്ന SMS സന്ദേശം ഹജ്ജ് ആഭ്യന്തര മന്ത്രാലയങ്ങൾ അയക്കുന്നുമുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ച ബന്ധുക്കളെയും മറ്റും കാണാൻ മക്കയിലേക്ക് തിരിക്കുന്ന നിരവധി പേരാണ് സുരക്ഷാ പരിശോധനയിൽ കുടുങ്ങുന്നത്. മീഡിയ 1 മക്ക.